തീവ്ര ഹിന്ദുത്വയുടെ ഏറ്റവും നല്ല പടയാളികളിൽ ഒന്നാണ് മൗലാന റിസ്വി. അത് കേൾക്കുമ്പോൾ നമുക്ക് ഒരു അത്ഭുതം തോന്നും. തീവ്ര ഹിന്ദുത്വം എങ്ങനെയാണ് ഒരു മുസ്ലിം പടയാളി ഉണ്ടാകുന്നത്? മൗലാന റിസ്വി അടക്കമുള്ള ഒരുപാട് പേരോട് ഞാൻ ചർച്ചയ്ക്കും കാര്യങ്ങൾക്കും ഒക്കെ ഇരുന്നിട്ടുണ്ട്. ഇവർ സ്ഥിരം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വളരെ പ്രകോപനപരമായ പ്രസ്താവനകൾ ഇറക്കും. ഉദാഹരണം, വന്ദേമാതരം പാടാൻ പാടില്ല, മുസ്ലിങ്ങൾക്ക് വന്ദേമാതരം ശരിയല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹിന്ദു ആഘോഷത്തിന് ഒരു മുസ്ലിം അഭിനേതാവോ അഭിനേത്രിയോ ഒരു ആദരമർപ്പിച്ചാൽ അത് ഭയങ്കര ഇസ്ലാമിക വിരുദ്ധമാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയും. അൺറീസണബിൾ ആയ സ്റ്റാൻസ് പറയും. ഇത് യഥാർത്ഥത്തിൽ തീവ്ര ഹിന്ദുത്വവാദികളുടെ ടൂളാണ്. തീവ്ര ഹിന്ദുത്വവാദികൾക്കും തീവ്ര വലതുപക്ഷ നമ്മുടെ ദേശീയ മാധ്യമങ്ങൾക്കും ഒക്കെ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇവർ പറയുന്നതിനെ ബേസ് ചെയ്ത് ചർച്ചകൾ ഉണ്ടാകും. ഉദാഹരണം, മൗലാന റിസ്വി മുമ്പ് പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നാണ് മുഹമ്മദ് റിസ്വി നമ്മുടെ ഷമി, നമ്മുടെ ഫാസ്റ്റ് ബോളറായ ഷമി ഒരു എനർജി ഡ്രിങ്ക് നമ്മുടെ പരിശുദ്ധ റമദാൻ കാലത്ത് കുടിച്ചു, അത് ശരിയായില്ല, മാപ്പ് പറയണമെന്നൊക്കെ. ക്രിക്കറ്റ് കളിക്കുകയല്ലേ, അപ്പൊ രാവിലെ തൊട്ട് അല്ലെങ്കിൽ വൈകിട്ട് വരെ 50-50 മാച്ച് കളിക്കുമ്പോൾ 7-8 മണിക്കൂർ കളിക്കുമ്പോൾ എന്തെങ്കിലും കുടിക്കാതിരിക്കാൻ പറ്റൂ? അതായത് ഇതിനൊക്കെ ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ. അതായത് പരിശുദ്ധ റമദാൻ കാലത്ത് നമ്മൾ തുപ്പൽ പോലും ഇറക്കാതെ നോമ്പെടുക്കണമെന്നൊക്കെ പറയും. പക്ഷെ അത് ക്രിക്കറ്റ് ഫീൽഡിൽ ആ അർത്ഥത്തിൽ പ്രായോഗികമല്ലല്ലോ. അപ്പൊ ഒന്നെങ്കിൽ പുള്ളി കളിക്കാതിരിക്കണം, അല്ലെങ്കിൽ കളിക്കുമ്പോൾ ഒരു എനർജി ഡ്രിങ്ക് കുടിക്കണം. ഇതല്ലാതെ പറ്റില്ലല്ലോ. ഇത് വലിയ തെറ്റാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയും. അപ്പൊ ഇത് തീവ്ര ഹിന്ദുത്വവാദികളുടെ ലെഗ് സൈഡിൽ കിട്ടുന്ന ഫുൾ ടോസ് ആണ്. അവരത് 6 അടിച്ചുകൊണ്ടേയിരിക്കും. അവർക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇതുപോലെ കുറച്ച് എക്സ്ട്രീം ആൾക്കാരെ എന്നും മുസ്ലിം സമൂഹത്തിന്റെ റെപ്രസെന്റേറ്റീവായി കാണിച്ച് ബാക്കി എല്ലാരെയും മോശക്കാരാക്കുക എന്ന സ്റ്റീരിയോ ടൈപ്പിംഗ് തന്ത്രമാണ് കാലാകാലങ്ങളായി തീവ്ര ഹിന്ദുത്വവാദികൾ ഫോളോ ചെയ്തു വന്നിരുന്നു. പ്ലേ ബുക്ക്, ഒരു ടൂൾ കിറ്റ് എന്നൊക്കെ പറയുന്ന സാധനം അതാ. അപ്പൊ മൗലാന റിസ്വി ഇന്നലെയും ഈ നുസ്രത് ബറൂച്ച എന്ന് പറയുന്ന സ്ത്രീ, അവര് മറ്റേ ഉജ്ജയിൻ മഹാകാല ടെമ്പിളിൽ എന്തോ പോയി അവരുടെ ആദരം അർപ്പിക്കുന്നതിന്റെ ഭാഗമായി നിന്നു. ഇതൊക്കെ സിനിമാക്കാരും രാഷ്ട്രീയ നേതാക്കളും ഒക്കെ എല്ലാ സമൂഹത്തിന്റെയും ചടങ്ങുകളിൽ പങ്കെടുക്കുകയും പറ്റുള്ളൂ. ഇപ്പം ന്യൂയോർക്ക് മേയറായ സോറാൻ മംദാനി അവിടെ ജൂതപ്പള്ളിയിൽ പോകുന്നു, അവിടെ ഹിന്ദു ക്ഷേത്രത്തിൽ പോകുന്നു, അല്ലെങ്കിൽ ക്രിസ്ത്യൻ പള്ളിയിൽ പോകുന്നു. ഇതൊക്കെ ഏകദൈവ അള്ളാഹുവിന്റെ വിശ്വാസത്തെ ലംഘിക്കാനൊന്നും അല്ല. അതൊരു കൾച്ചറൽ സ്പേസ് ആണ്. ഓർക്കുക, തിയോളജിക്കൽ സ്പേസ് അല്ല. ദൈവശാസ്ത്രപരമായൊരു നിലപാടിന്റെ പുറത്തല്ല അവർ പോകുന്നത്. പകരം സാമൂഹിക ശാസ്ത്രത്തിന്റെ സോഷ്യൽ ഹാർമണൈസിങ് എന്ന് പറയുന്ന കാര്യമാണ്. ഇതേപോലെ നമ്മുടെ ലണ്ടന്റെ മേയർ ആയിരുന്ന സാജിദ് ഖാൻ എന്നാണ് പേര്, അദ്ദേഹത്തിന് ലണ്ടന്റെ ആദ്യ മുസ്ലിം മേയർ. അദ്ദേഹം ഹിന്ദു ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്നത് അദ്ദേഹം ഈശ്വര വിശ്വാസത്തെ ലംഘിച്ചു, അള്ളാഹുവിനെ ധിക്കരിച്ചു, പടച്ചവനെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടല്ല. അതൊരു കൾച്ചറൽ സ്പേസ് ആണ്. തിരിച്ച് ഇതേപോലെ ഹിന്ദു സമൂഹത്തിലെ ഞാൻ അടക്കമുള്ള ആൾക്കാർ നോമ്പെടുക്കാറുണ്ട്. അതായത് നമ്മുടെ മുസ്ലിം സമൂഹം റമസാൻ മാസത്തിൽ നോമ്പെടുക്കുമ്പോൾ 1, 2, 3 ദിവസം അവരോട് ഒരു ഐക്യദാർഢ്യം പഠിപ്പിച്ച് അത് ചെയ്യുന്നതിന്റെ റീസൺ എനിക്ക് എൻ്റെ മതത്തിലോ ഈശ്വരനിലോ ദൈവത്തിലോ ആത്മീയതയിലോ വിശ്വാസമോ ഇല്ലാത്തതുകൊണ്ടല്ല. പകരം അതൊരു ഹാർമണിയുടെ സ്പേസാണ്. നമ്മുടെ വിശ്വാസങ്ങളിൽ വെള്ളം ചേർക്കാതെ, എന്നാൽ സഹോദര സമുദായങ്ങളുടെ ആഘോഷങ്ങളിൽ അവരോടൊപ്പം പോസിറ്റീവ്ലി പങ്കുചേരാൻ. എൻ്റെ വിശ്വാസങ്ങളിലോ നിങ്ങളുടെ വിശ്വാസങ്ങളിലോ മുസ്ലിം സഹോദരങ്ങളുടെ വിശ്വാസങ്ങളിലോ ക്രിസ്ത്യൻ സഹോദരങ്ങളുടെ വിശ്വാസങ്ങളിലോ വെള്ളം ചേർക്കാതെ നമ്മൾ പരസ്പരം യോജിപ്പ്. അതാണ് ഗാന്ധിജി അടക്കമുള്ള ആൾക്കാർ അമ്പലങ്ങളിൽ ഖുറാൻ വായിക്കാറ്, അല്ലെങ്കിൽ ഈ നല്ല വചനങ്ങൾ, ഖുറാന്റെ, ബൈബിളിന്റെ, ഗീതയുടെ വചനങ്ങൾ അദ്ദേഹത്തിന്റെ പരിപാടികൾ പറയാറ്. ഇതിനെ ഹാർമണൈസിംഗ് ആണ്, വിളക്കി ചേർക്കലാണ്. 3 കാര്യങ്ങളാണ് ഇന്ത്യയിലുള്ളത്. ഒന്ന്, കടുത്ത വർഗീയത അല്ലെങ്കിൽ കടുത്ത മതേതരത്വം. കടുത്ത വർഗീയത എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ ചീത്തയാണ്, ക്രിസ്ത്യാനികൾ ചീത്തയാണ്, ക്രിസ്ത്യാനികളെ ആക്രമിക്കണം, ക്രിസ്മസിനെ ആക്രമിക്കണം, സാന്റാക്ലോസിനെ ആക്രമിക്കണം, മുസ്ലിങ്ങളെല്ലാം ഇന്ത്യ വിഴുങ്ങാൻ നിൽക്കുന്നവരാണ് എന്ന് പറയുന്നതാണ് ഒരു വശം. നേരെ മറിച്ച് കടുത്ത മതേതരത്വം, ഈ ആത്മീയ ആഘോഷങ്ങളൊന്നും വേണ്ട, മതപരം വേണ്ട, ആത്മീയത വേണ്ട, സാംസ്കാരികം വേണ്ട, ശബരിമല യൂതികളെ കെട്ടിയേ പറ്റൂ, ഇല്ലെങ്കിൽ നമ്മുടെ പുരോഗമനം ഇടിഞ്ഞു പോകുന്നൊക്കെ പറയുന്ന കടുത്ത മതേതരത്വം. ഇത് രണ്ടും തെറ്റാണ്. നമുക്കൊരു മതസൗഹാർദ്ദത്തിന്റെ മധ്യപാതയുണ്ട്. ആ മധ്യപാത കാണിച്ചു തന്ന ആളാണ് മഹാത്മാഗാന്ധി. വിശ്വാസിയാണ്, സർവ്വമതങ്ങളെ ആദരിക്കുന്നവരാണ്. നമ്മുടെ ശ്രീനാരായണ ഗുരുദേവൻ അങ്ങനെയാണ്. ശ്രീനാരായണ ഗുരുദേവൻ പല മതസാരവും ഏകം, അതിന്റെ ആത്മാവ് ഒന്നാണ്. അല്ലെങ്കിൽ വിവേകാനന്ദ സ്വാമികൾ വ്യത്യസ്ത പാതകളിലൂടെ ദൈവത്തിലേക്ക് എത്താം. അല്ലെങ്കിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2ാം വത്തിക്കാൻ കൗൺസിൽ ഒരു റേ ഓഫ് ട്രൂത്ത്സ്, എല്ലാ മതങ്ങളിലും എല്ലാ മനുഷ്യരിലും ദൈവത്തിന്റെ ആ റേ ഉണ്ടെന്ന് പറയുന്നത്. വ്യത്യസ്തതകളെ അംഗീകരിക്കുന്ന, ആദരിക്കുന്ന ഒരുപാട് പ്രവാചകന്മാരെ ഭൂമിയിലേക്ക് അള്ളാഹു അയച്ചിട്ടുണ്ട് എന്ന് പറയുന്ന പരിശുദ്ധ ഖുറാനും ഇസ്ലാമിക മതവും, അല്ലെങ്കിൽ വ്യത്യസ്തത ആയ മതങ്ങൾ. ഈ സമന്വയത്തെ മാറ്റി സംഘർഷത്തിന്റെ പോയിന്റുകൾ എടുത്ത് അടിയുണ്ടാക്കാൻ നോക്കുന്നവർ പല ആൾക്കാരുമുണ്ട്. അവർക്ക് എരുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നവരാണ് ഈ റിസ്വിയെ പോലുള്ള ആൾക്കാർ. ഈ മൗലാന റിസ്വി, പ്രത്യേകിച്ച് പുള്ളിക്ക് വഖഫ് ബോർഡിൽ ഒരു സ്ഥാനവും ഇല്ല, ഏതെങ്കിലും പ്രധാനപ്പെട്ട മുസ്ലിം സംഘടനയെ സ്ഥാനമില്ല, സ്വന്തമായ ഒരു സംഘടന ഉണ്ടാക്കി അതിന്റെ തലപ്പത്തിരുന്ന് പ്രകോപനപരമായ പ്രസ്താവനകൾ നടത്തി അതുവഴി തീവ്ര വലതുപക്ഷത്തിന് വെടിമരുന്നും വഴിമരുന്നും ഇട്ടു കൊടുക്കുന്ന പണിയാണ് ഇവരെ പോലുള്ളവർ ചെയ്യുന്നത്. ഗംഭീരമായിട്ട് തന്നെ ഇന്ത്യയിലെ ലെഫ്റ്റ് ലിബറൽ പ്രസിദ്ധീകരണങ്ങൾ, അല്ലെങ്കിൽ ലെഫ്റ്റ് ലീനിങ് ആയ ദി വയർ ഏറ്റവും പ്രമുഖമായ ഒരു സെൻട്രൽ ലെഫ്റ്റ് സ്പേസ് നിൽക്കുന്നതാണ്.
വയർ അതിവിദഗ്ധമായി ഇയാളെ എക്സ്പോസ് ചെയ്തുകൊണ്ടൊരു സാധനം ചെയ്തിട്ടുണ്ട്. അതിന്റെ ഹെഡിങ് തന്നെ ഇതാണ്: ഗിവ് മീ സ്ക്രീൻ ടൈം, ഐ വിൽ ഗിവ് ഫോർഡർ ഫോർ കമ്മ്യൂണൽ ഡിബേറ്റ്സ്. ഈ സ്ക്രീൻ ടൈമിലൂടെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ യഥാർത്ഥത്തിൽ സഹായിക്കുക. മുഹമ്മദ് സുബൈറിന്റെയും ഓൾട്ടി ന്യൂസ് ഇത് കൊടുത്തിട്ടുണ്ട്. അതായത് എങ്ങനെ സ്ക്രീൻ ടൈം എടുത്ത് ഈ മൗലാന റിസ്വിയെ പോലുള്ളവർ ചെയ്യുന്നത്, ഈ തീവ്ര വലതുപക്ഷക്കാർക്ക് ലെഗ് സൈഡിൽ ഫുൾ ടോസ് ഇട്ട് കൊടുക്കും. സിക്സ് അടിച്ചോ എന്ന് പറഞ്ഞ് ഫുൾ ടോസ് ഇട്ട് കൊടുക്കും. അപ്പോ നുസ്രത് ബറൂച്ചയുടെ കാര്യത്തിൽ അതാ സംഭവിച്ചത്. ഇയാള് കുംഭമേള നടക്കുമ്പോൾ പുള്ളി പറഞ്ഞു, കുംഭമേള നടക്കുന്നത് മുസ്ലിങ്ങളുടെ വഖഫ് ഭൂമിയിലാണ് എന്ന്. ഇത് പറയുന്നതിൽ ഒരു കാര്യമില്ല, പക്ഷേ പ്രകോപനം ഉണ്ടാക്കാൻ തീവ്ര വലതുപക്ഷത്തെ സഹായിക്കാനാണ്. ഇത് കേട്ടപ്പോൾ നമ്മുടെ BJP-യിലെ സുഹൃത്തുക്കളെല്ലാം കൂടെ ചാടി വീണിട്ട് ഈ കുംഭമേള നമുക്ക് വിജയമാക്കണം, കാര്യം നമുക്ക് അപ്പുറത്തൊരു ശത്രുവിനെ കിട്ടിയല്ലോ. ഇത് ഈ ഹിന്ദുക്കളുടെ മനസ്സിലെ ഒരു ശൂന്യത കൂടി കൊണ്ടാണ്. അതായത് മറുഭാഗത്തൊരു ശത്രു ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് എനർജൈസ്ഡ് ആവും. ഞാനും അഭിലാഷും ശ്രീ RV ബാബുവും കൂട്ടിരുന്ന മാതൃഭൂമി ചർച്ചയിൽ ശ്രീ RV ബാബു ഭയങ്കര പഞ്ച് ഡയലോഗ്, ബാബു ചേട്ടൻ എന്നാണ് ഞാൻ വിളിക്കുന്നത്, എനിക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്ന വ്യക്തിയാണ്. ശ്രീ RV ബാബു ഒരു പഞ്ച് ഡയലോഗ് അടിച്ചു: ഇനിയും രഹന ഫാത്തിമ, എന്നാൽ RV ബാബു ചേട്ടൻ ശബരിമല യുവതിയിൽ കയറണമെന്നാണ് എപ്പോഴും ആഗ്രഹം, ഇപ്പോഴും നിലപാട്. പക്ഷെ പറഞ്ഞു, ഇനിയും രഹന ഫാത്തിമമാര് വന്നാൽ ഞങ്ങൾ അതിശക്തമായി അതിനെ എതിർക്കുമെന്ന്. അപ്പൊ അഭിലാഷ് ചോദിച്ചു, എന്തിനാ രഹന ഫാത്തിമയുടെ പേര് പറയുന്നത്? കനകദുർഗയും ബിന്ദു അമ്മിണിയും അല്ലേ അവിടെ കയറിയെന്ന്. അപ്പൊ പറഞ്ഞ ഒരു ഗുമ്മില്ല. കനകദുർഗയും ബിന്ദു അമ്മിണി എതിർക്കുമെന്ന് പറഞ്ഞ ഒരു ഗുമ്മില്ല. രഹന ഫാത്തിമ എന്ന മുസ്ലിം പേര് പറയുമ്പോൾ നമുക്കൊരു ഗുമ്മുണ്ടാകും. ആ ഗുമ്മുണ്ടാക്കാൻ വേണ്ടിയാണ് ഈ മൗലാന റിസ്വിയെ പോലുള്ളവർ ലെഗ് സൈഡിൽ ഇങ്ങനെ തീവ്ര വലതുപക്ഷക്കാർക്ക് ഫുൾ ടോസ് ഇട്ട് കൊടുക്കുന്നത്, സിക്സ് അടിക്കാൻ. നമുക്ക് വേണ്ടത് എന്താ? എല്ലാ മതങ്ങളിലും വ്യത്യസ്തതകളുണ്ട്, പക്ഷേ ഈ വ്യത്യസ്തതകളെ ഹാർമണൈസ് ചെയ്യണം. മഴവിൽ അഴക് പോലെ, ഇന്ത്യയുടെ കൊടി പോലെ, ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം. ഈ ജോലിയാണ് മഹാത്മാഗാന്ധി എടുത്തുകൊണ്ടിരുന്നത്. ഈ പണി ആരെങ്കിലും എടുക്കണം. ആ പണിയാണ് നമ്മൾ ഇന്ന് എടുക്കേണ്ടത്, നിങ്ങളും ഞാനും എടുക്കേണ്ടത്. വ്യത്യസ്തതകളെ മനോഹരമായി കോർത്തിണക്കി ഒരു സമൂഹത്തിലെ മുമ്പോട്ട് കൊണ്ടുപോകാൻ അതിനെ എതിര് നിൽക്കുന്നവരാണ് ഇവരെ പോലുള്ളവർ.